കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് എന്തൊരു ഭൂകമ്പമാണ് CPM കേരളത്തിന് മുഴുവൻ ഉണ്ടാക്കിയത്. മന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, വധിക്കാൻ ശ്രമിച്ചു, കഴുത്തിൽ കറുത്ത തുണിയിട്ട് മുറുക്കാൻ ശ്രമിച്ചു, കയ്യിൽ മുറിവുണ്ടാക്കി തുടങ്ങി നട്ടാൽ കുരുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായ CPM നേതാക്കൾ ഉന്നയിക്കുകയായിരുന്നു. അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലൊന്നും തന്നെ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ലക്ഷണം പോലുമില്ല. KSC പ്രവർത്തകർ ആപ്പാടെ 3-4 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനും കഴിയും. ഏതായാലും മന്ത്രിയുടെ നില അത്ര ഭദ്രമല്ല എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മന്ത്രി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ്. മന്ത്രി നേരെ തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മന്ത്രിയെ ചികിത്സിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പുലർച്ചെ 4 മണിക്ക് കാറിലാണ് മന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത്രയും ഗുരുതരമായൊരു ആരോഗ്യാവസ്ഥയുള്ള, പ്രത്യേകിച്ച് കഴുത്തിന് വലിയ തോതിലുള്ള ക്ഷതമേറ്റു എന്ന് പറയപ്പെടുന്ന മന്ത്രി കാറിൽ എങ്ങനെയാണ് ഇത്രയും ദൂരം ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുക? കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ മന്ത്രിയെ ഒരു സ്ലീപ്പർ കോച്ചിൽ, ട്രെയിനിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് അതിൽ വരാമായിരുന്നു. ആംബുലൻസ് കൊണ്ടുവരാമായിരുന്നു തിരുവനന്തപുരത്തേക്ക്. ഇതൊന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്ന ഹെലികോപ്റ്ററുണ്ട്, അതിൽ വേണമെങ്കിൽ മന്ത്രിയെ കൊണ്ടുവരാം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ എങ്ങനെയാണ് തിരുവനന്തപുരം വരെ നിവർന്നിരുന്ന് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഇവിടെ വരുന്നുണ്ട്. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മന്ത്രിയുടെ മുന്നിലുള്ള ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ നാടകം പൊളിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും പുലർച്ചെ ഒരുപക്ഷെ മന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള കാരണങ്ങളിലൊന്നും വഴിനീളെയുള്ള പ്രതിഷേധം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം.